എല്ലാരും എന്ത് പറയുന്നു? ഞാനിന്നേ വന്നിരിക്കുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കിലാണേ. അപ്പോൾ ഞാനും ആദിക്കുട്ടനും കൂടെ അവിടെ കുറച്ചു നേരം കളിക്കാമെന്ന് കരുതി. ആ പാർക്കല്ല, അത് ലേക്കും കൂടെയാണ്. അതിന്റെ പേര് പോർട്രുനി ബേ എന്നാണേ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 6 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. ഞാൻ കാണിക്കാവേ. കണ്ടോ, പോർട്രുനി ബേ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഏകദേശം എത്താറായി കേട്ടോ. ഞാനും ആദ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ സ്ഥലം. ഇവിടെ ഇങ്ങനെ ലേക്കായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നടക്കാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം വെതർ നല്ലതായതുകൊണ്ട് നല്ല രസമാണ് നമുക്ക് പിള്ളേരെ കൊണ്ട് വരാനായിട്ടേ. ആദ്യക്കൂട്ടൻ ഇതിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടുത്തെ കുറച്ചു നേരം കളിക്കട്ടെ എന്ന് കരുതി. വേറെ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടോ, ഒരു പട്ടിക്കുട്ടി ഇവിടെ നിൽക്കുന്നേ. ആരോ കൊണ്ടുവന്നതാണേ. എന്നിട്ട് അവരപ്പുറത്തെങ്ങാണ്ട് പോയി. അപ്പം ഇവിടെ എല്ലാ വീടുകളിലും പട്ടിയുണ്ട് കേട്ടോ. ഇവർ ആദ്യം എല്ലായിടത്തിലും കയറി കളിക്കുവാണ് കേട്ടോ. ആദ്യക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ പോകാനായിട്ട്. ഇപ്പം ഇത്രയും നാളും തണുപ്പായിരുന്നതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നല്ലോ. ഇപ്പം സ്പ്രിംഗ് സീസൺ തുടങ്ങി ഇവിടെ. അതിലും ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സമ്മർ ആകുമ്പോഴത്തേനും കൊച്ചിനെയും കൊണ്ട് ഓഫുള്ള ദിവസം ഇപ്പോഴൊക്കെ പുറത്ത് കൊണ്ടുപോയി കളിപ്പിക്കണം. ആദ്യമേ ഇവിടെ നിൽക്കുന്ന ഒരു അമ്മച്ചിയാണെങ്കിലേ സ്വാനിന് കൊടുക്കാൻ ഫുഡ് കൊടുത്തേ. ആദ്യം കണ്ടോ, അത് ബ്രെഡ് പീസസാണ്. അവരെല്ലാവരും കൊണ്ട് കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. അത് കൊടുക്കുമ്പോഴത്തേനും സ്വാൻ ഇങ്ങനെ കുത്തി കഴിക്കുവാണേ. കണ്ടോ, ആദ്യമേ ഒരു ബ്രെഡ് പീസ് കിട്ടിയപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നത് സ്വാനിന് എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുവാണേ. കണ്ടോ, പല ടൈപ്പ് കിളികളുണ്ട്. നമുക്ക് കണ്ണിന് നല്ലൊരു സുഖം ഇവിടെ വന്നാലേ. എന്ത് ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. കിളികൾ ഇങ്ങനെ പറക്കുന്നു, സ്വാന്, പിന്നെ വെള്ളം. നല്ലൊരു പ്രത്യേകതയില്ലേ ഇവിടെ. ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ചെറിയ തണുപ്പുള്ളൊരു കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 6 മിനിറ്റ് ദൂരം ഉള്ളൂ കേട്ടോ ഇത്. ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഫിഷ് ഉണ്ടെന്നൊക്കെ ഇവിടെ ഇവർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ആദ്യക്കുട്ടനും കൂടെ ഇന്ന് എൻജോയ് ചെയ്യുവാണേ. ഞങ്ങൾ സ്വാനിന് ബ്രെഡ് കൊടുത്തു, പിന്നെ ഊഞ്ഞാലി കയറി, പാർക്കിൽ കുറേ നേരം കളിച്ചു. ആദ്യക്കുട്ടന് ഇഷ്ടപ്പെട്ടോ? ആദ്യക്കുട്ടന് ഇഷ്ടമാണോ? ആദ്യക്കുട്ടന് ഇഷ്ടമാണ്. ആദ്യക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് കളിക്കാൻ പോകുന്നതൊക്കെ. കണ്ടോ, സ്വാൻ ഇങ്ങനെ നല്ലൊരു സ്വാൻ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്വാൻ. കുറേ ബേഡ്സ്, നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാനായിട്ട്. കണ്ടോ, ഒത്തിരി വൈറ്റും ബ്ലാക്കും കൂടെ കൂടി ഒരു കിളികൾ. എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. ഇപ്പം ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ആദ്യക്കുട്ടനെ പിന്നെയും തിരിച്ച് പാർക്കിൽ പോകണേ. അവൻ എന്ത് സന്തോഷമാണെന്ന് നോക്കിയേ. കാരണം വീട്ടിലിരിക്കുവാണെങ്കിൽ ഫോൺ കാണലല്ലേ. നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ പിന്നെ കരയും, അങ്ങനെയൊക്കെയാണ്. അതാണ് ഞാൻ ഓർത്ത് കുറച്ച് നേരം പുറത്ത് കൊണ്ടുപോയി കളിപ്പിക്കാമെന്ന് കരുതി. കണ്ടോ, ഒത്തിരി ഫാമിലി വന്നിട്ടുണ്ട്. ഇവിടുത്തുകാരൊക്കെ കുട്ടികളെ കൂടി ഇങ്ങനെ പാർക്കിലൊക്കെ വരുന്ന ഭയങ്കര കാര്യമാട്ടോ. കണ്ടോ, ആ സ്വാൻ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുവാണേ. 2 കുഞ്ഞു ഡക്കിനെ കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയില്ലേ കാണാൻ. ആദ്യക്കുട്ടനേ പിന്നെയും തിരിച്ച് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യക്കുട്ടൻ വേഗം നടന്നു പോവുക. അപ്പോൾ അവനെ ഇച്ചിരി നേരം കൂടെ പാർക്കിൽ കളിപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. കൊച്ചുങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷമല്ലേ. അവരെത്ര നേരം വീട്ടിലിരുന്നാൽ കൂടുതലും അവർ ഫോൺ കാണുകയൊക്കെ ആണല്ലോ. അപ്പോൾ സ്ക്രീൻ ടൈമാണ് പിള്ളേർക്ക് എപ്പോഴും. നമ്മൾ അവരെ കുറച്ച് നേരമെങ്കിലും പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ദൂരക്കാഴ്ചകളൊക്കെ കാണല്ലേ. അവരുടെ കണ്ണിനൊക്കെ അതാണ് നല്ലത്. ആദ്യക്കുട്ടനെ അവൻ്റെ ഒരു പാക്കറ്റ് കുക്കീസ് ഉണ്ടായിരുന്നു കാറിൽ. അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എന്നോടെ. ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം അതും കഴിച്ച് കുഞ്ഞിങ്ങനെ സീറ്റിൽ റിലാക്സ് ചെയ്തിരിക്കുക. ഇപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മൾ ടൈമുള്ളപ്പോൾ നമ്മൾ അവരുടെ പുറത്ത് കൊണ്ടുവരുമോ
കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ കണ്ടോ 2 ഹോഴ്സുകൾ ഇതിൻ്റെ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത് കണ്ടോ? നമ്മളീ പോകുന്ന വഴിക്കാണ് കേട്ടോ. 2 എണ്ണം ഉണ്ടേ. ഞങ്ങൾ കുറേ നേരം കളിച്ചു കേട്ടോ. ഞങ്ങൾ തിരിച്ചിപ്പോൾ കാറിൽ കയറി. ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ആദ്യക്കുട്ടനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞു. ഇനിയിപ്പോൾ ഇടയ്ക്ക് കൊണ്ടുവരാമല്ലോ, സമ്മർ ആവുമല്ലേ. ഓക്കെ, എന്നാൽ താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.